ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ടൈമർ പ്രോഗ്രാമിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോഡ് 1 പ്രോഗ്രാമിംഗ് സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സെഷനിൽ മോഡ് 1 പ്രോഗ്രാംസ് നമുക്ക് നോക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: ക്രിയേറ്റ് എ സ്ക്വയർ വേവ് ഓഫ് 50% ഡ്യൂട്ടി സൈക്കിൾ. 50% ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് ഓൺ ടൈമും ഓഫ് ടൈമും ഈക്വലായിരിക്കും. ദെൻ അത് ക്രിയേറ്റ് ചെയ്യാനുള്ളത് ഓൺ P1.5. 4 പോർട്ട്സ് ഉണ്ട്: പോർട്ട് 0, പോർട്ട് 1, പോർട്ട് 2 ആൻഡ് പോർട്ട് 3. പോർട്ട് 1ൽ തന്നെ 8 ലൈൻസ് വരുന്നുണ്ട്: P1.0 ടു P1.7. P1.5ലാണ് ഈ ഒരു സ്ക്വയർ വേവ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഏത് ടൈമറാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിൽ. ടൈമർ 0യും ടൈമർ 1ഉം ഉണ്ട്. നമുക്ക് ടൈമർ 0 സെലക്ട് ചെയ്യാം. എങ്ങനെ പ്രോഗ്രാം എഴുതാമെന്നുള്ളത് ആലോചിക്കുക. ഇപ്പോൾ ടൈമേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഡിലേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒരു പർട്ടിക്കുലർ ഡിലേ പ്രൊവൈഡ് ചെയ്യുക. എത്ര ഡിലേ വേണമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഓൺ ടൈമും ഓഫ് ടൈമും ഈക്വലാണെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൺ ടൈമിനും ഓഫ് ടൈമിനും ഉള്ള ഡിലേ എന്ന് പറയുന്നത് സെയിം ആണ്. ദെൻ ഡിലേ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു ടൈം പീരിയഡിൽ P1.5ൽ പർട്ടിക്കുലർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. പർട്ടിക്കുലർ ലെവൽ എന്ന് പറയുന്നത് എയ്തർ ഹൈ ഓർ ലോ. ഒരു ടൈം ഡിലേ എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ P1.5 എന്ന് പറയുന്നത് ടോഗിൾ ചെയ്യണം. ഹൈ ടു ലോ അല്ലെങ്കിൽ ലോ ടു ഹൈ. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അതാണ് പ്രോഗ്രാം ലോജിക് എന്ന് പറയുന്നത്. പ്രോഗ്രാമിംഗ് സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് നമ്മൾ മോഡ് സെലക്ട് ചെയ്യുക. മോഡ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ടി മോഡ് രജിസ്റ്ററിലോട്ട് പർട്ടിക്കുലർ വാല്യൂ പാസ് ചെയ്യുക. ദെൻ ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യുക. ടൈമറിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യുക. ഇവിടെ ടൈമർ 0 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ TH0 TL0ലോട്ട് ഒരു 16 ബിറ്റ് വാല്യൂ പാസ് ചെയ്യുക. അപ്പോൾ ഒരുമിച്ച് 16 ബിറ്റ് വാല്യൂ പാസ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് TL0ലോട്ട് വാല്യൂ പാസ് ചെയ്യുക, ദെൻ TH0ലോട്ട് പാസ് ചെയ്യുക. ഇപ്പോൾ പാസ് ചെയ്യേണ്ട ഒരു വാല്യൂ നമുക്ക് റാൻഡം നമ്പർ എടുക്കാം. ഇത്ര ഡിലേ വേണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് FF2 ഹെക്സ് ആണ്. അതായത് TH0ലോട്ട് FF പാസ് ചെയ്യണം, TL0ലോട്ട് F2 പാസ് ചെയ്യുക. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഓരോ ടൈം ഡിലേയും എക്സ്പയർ ആകുമ്പോൾ P1.5 എന്ന് പറയുന്നത് ടോഗിൾ ചെയ്യണം. ഹൈ ടു ലോ ഓർ ഫ്രം ലോ ടു ഹൈ. ഓക്കെ, ദെൻ നമുക്ക് പ്രോഗ്രാം എഴുതാം. ഫസ്റ്റ് ടി മോഡ് സെറ്റ് ചെയ്യുക. അതിനാണ് മൂവ് ടി മോഡ് #01. ഇവിടെ പാസ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 01 ആണ്. ഇപ്പോൾ ടി മോഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 01 എന്ന് പറയുന്ന ഹെക്സ് വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ സെലക്ടിങ് ടൈമർ 0 മോഡ് 1. 16 ബിറ്റ് മോഡിലാണ് അത് വർക്ക് ചെയ്യുന്നത്. മോഡ് 1 എന്ന് പറയുന്നത് 16 ബിറ്റ് മോഡാണ്. ഡൗട്ടുള്ളവർ ആ ടി മോഡിൻ്റെ സ്ട്രക്ചർ നോക്കുക. ആ ഒരു 8 ബിറ്റ് സ്ട്രക്ചർ നോക്കി മനസ്സിലാക്കുക. ദെൻ TL0ലോട്ട് F2 പാസ് ചെയ്തു, TH0ലോട്ട് FF പാസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ പാസ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് F2 ആണ്, ഇനിഷ്യൽ വാല്യൂ. ദെൻ P1.5 എന്ന് പറയുന്നത് ടോഗിൾ ചെയ്യാണ്. കോംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ് CPL P1.5. അപ്പോൾ ഇനി നമുക്ക് ഡിലേ പ്രൊവൈഡ് ചെയ്യാം. ഡിലേ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സബ് പ്രോഗ്രാം എഴുതിയിരിക്കുകയാണ്, സബ് റൊട്ടീൻ. ആ ഒരു സബ് റൊട്ടീനിലോട്ട് ജമ്പ് ചെയ്യാനാണ് കോൾ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. അബ്സൊല്യൂട്ട് കോൾ ഡിലേ. ആ ഒരു കറസ്പോണ്ടിങ് അഡ്രസ് ലൈനാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഡിലേ എന്ന് പറയുന്നത്. ഇനി ആ ഒരു ഡിലേ സബ് റൊട്ടീനിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. അപ്പോൾ അങ്ങോട്ട് ജമ്പ് ചെയ്യും. ടൈമറിൻ്റെ ഇനിഷ്യൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ടൈമർ 0ന് ഇനിഷ്യൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇനി ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? TR0 ബിറ്റ് സെറ്റ് ചെയ്യുക, 1 കൊടുക്കുക. അപ്പോൾ ടൈമർ ഓടി തുടങ്ങും. അതിനാണ് സെറ്റ് ബിറ്റ് TR0 ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. ടൈമർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്ലോക്ക് പൾസിലും ടൈമർ വാല്യൂ എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റ് ആകും. മാക്സിമം വാല്യൂ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ അത് 0ലോട്ട് പോകും, ഓവർഫ്ലോ ആവും. അപ്പോൾ കറസ്പോണ്ടിങ് TF0 ഫ്ലാഗ് സെറ്റ് ആവും. ഇപ്പോൾ TF0 മോണിറ്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്, JNB TF0, എഗെയിൻ. അതായത് TF0 സെറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷനിൽ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. എഗെയിൻ എന്ന് പറയുന്നത് ആ ഒരു ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷനിൽ തന്നെ വെയിറ്റ് ചെയ്യും. TF0 0 ആയിരിക്കുന്നിടത്തോളം കാലം
ആ ഒരു ഇൻസ്ട്രക്ഷനിൽ തന്നെ വെയിറ്റ് ചെയ്യും. എപ്പോഴാണോ TF0 1 ആകുന്നത് ആ ഒരു ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. കറസ്പോണ്ടിങ് ഡിലേ പ്രൊവൈഡ് ചെയ്തു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ടൈമർ 0 സ്റ്റോപ്പ് ചെയ്യുക. ദെൻ ടൈമർ ഫ്ലാഗ് സെറ്റായി കഴിഞ്ഞാൽ പ്രോഗ്രാം വൈസ് നമ്മൾ ക്ലിയർ ചെയ്യണം. അതിനാണ് CLR TF0. TF0യും TR0യും നമ്മൾ ക്ലിയർ ചെയ്തു, ടൈമർ സ്റ്റോപ്പ് ചെയ്തു, ടൈമർ ഫ്ലാഗ് ക്ലിയർ ചെയ്തു. ദെൻ നമ്മുടെ മെയിൻ പ്രോഗ്രാമിലോട്ട് തിരിച്ചു പോകാനാണ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സബ് റൊട്ടീനിൽ നിന്ന് മെയിൻ പ്രോഗ്രാമിലോട്ട് റിട്ടേൺ ചെയ്യാനാണ് RET ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. റിട്ടേൺ ചെയ്യുമ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷനിലോട്ടാണ് തിരിച്ചു വരുന്നത്. ആ ഒരു അഡ്രസ് ലൊക്കേഷനിൽ എഴുതിയിരിക്കുന്നത് ഷോർട്ട് ജമ്പ് ഹിയർ. വീണ്ടും ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. P1.5 എന്ന് പറയുന്ന ടോഗിൾ ചെയ്യണം. ടൈമറിൻ്റെ ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യണം. അപ്പോൾ ഹിയർ കൊടുത്തിരിക്കുന്നുണ്ടോ? ആ ഒരു ടാഗ് കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. വീണ്ടും ടൈമറിൻ്റെ ഇനിഷ്യൽ വാല്യൂ കൊടുത്തു, വീണ്ടും P1.5 കോംപ്ലിമെൻറ്റ് ചെയ്തു. നേരത്തെ ലോ ആയെങ്കിൽ ഇപ്പോൾ വീണ്ടും ഹൈ ആയി. ദെൻ വീണ്ടും ടൈമർ ഓടിക്കുന്നു. ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ P1.5 എന്ത് വരും? ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഹൈ ആയിരിക്കും. ദെൻ വീണ്ടും സെയിം ടൈം പീരീഡ് ലോ ആവും. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് വരും. യു വിൽ ഗെറ്റ് എ സ്ക്വയർ വേവ്. ഓക്കെ, സബ് റൊട്ടീനിലോട്ട് ജമ്പ് ചെയ്യാതെ മെയിൻ പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് തന്നെ ഡിലേ പ്രൊവൈഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എഴുതാം. സെയിം ക്വസ്റ്റ്യൻ ടൈമർ 1 വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ടൈമർ 1 സെലക്ട് ചെയ്യണം, കറസ്പോണ്ടിങ് മോഡും സെലക്ട് ചെയ്യണം. ടൈമർ 1 മോഡ് 1 സെറ്റ് ചെയ്യാനായിട്ട് 10 എന്ന് പറയുന്ന ഹെക്സ് വാല്യൂ T മോഡിലോട്ട് പാസ് ചെയ്യണം. മൂവ് T മോഡ് #10 ഹെക്സ്. ടൈമർ 1 മോഡ് 1 സെലക്ട് ചെയ്തു. ദെൻ TL1 TH1 ഒരു പർട്ടിക്കുലർ വാല്യൂ പാസ് ചെയ്യുക. അപ്പോൾ ഇവിടെ പാസ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 7634 ഹെക്സ് ആണ്. TL1 34 ഹെക്സും TH1 76 ഹെക്സും പാസ് ചെയ്തു. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടൈമർ റൺ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് സെറ്റ് ബിറ്റ് TR1 ചെയ്യുന്നത്. ദെൻ ഫ്ലാഗ് സെറ്റ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ മോണിറ്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് JNB ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണോ TF1 സെറ്റ് ആവുന്നത് ആ സമയത്ത് ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ടൈമർ 1 സ്റ്റോപ്പ് ചെയ്യുക. അതിനാണ് ക്ലിയർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ TR1. ദെൻ P1.5 ടോഗിൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കോംപ്ലിമെൻറ്റ് P1.5 അതിവിടെ കൊടുക്കാം. CPL P1.5. ദെൻ ടൈമർ ഫ്ലാഗ് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് പ്രോഗ്രാം വൈസ് അത് ക്ലിയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് CLR TF1 കൊടുക്കുന്നത്. ദെൻ ഈ ഒരു പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് വീണ്ടും ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യണം. അതായത് ഇങ്ങോട്ട് ജമ്പ് ചെയ്യണം. കണ്ടോ? ഷോർട്ട് ജമ്പ് എഗെയിൻ. TL1 TH1 വീണ്ടും വാല്യൂ സെറ്റ് ചെയ്തു. ടൈമർ റൺ ചെയ്യുന്നു. ദെൻ ടൈമർ ഫ്ലാഗിന് വെയിറ്റ് ചെയ്യുന്നു. ദെൻ ക്ലിയർ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ സബ് റൂട്ടീൻ യൂസ് ചെയ്തില്ല. മെയിൻ പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റനിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദ സ്ക്വയർ വേവ് ഇഫ് ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഈസ് 11.0592 MHz. അപ്പോൾ FF ആണ് മാക്സിമം റീച്ച് ചെയ്യുന്ന വാല്യൂ. 16-bit മോഡാണ്. മാക്സിമം കൗണ്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് FF ഹെക്സ് ആണ്. ദാറ്റ് മൈനസ് നിങ്ങളുടെ കൊടുത്ത ഇനിഷ്യൽ വാല്യൂ. നിങ്ങൾ കൊടുത്ത ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 7634 ഹെക്സ് ആണ്. സോ യു വിൽ ഗെറ്റ് 89 CB ഹെക്സ്. ഓക്കെ, എപ്പോഴാണ് ടൈമർ ഫ്ലാഗ് സെറ്റ് ആവുന്നത്? മാക്സിമം വാല്യൂ റീച്ച് ചെയ്യുമ്പോഴല്ല. മാക്സിമം വാല്യൂ റീച്ച് ചെയ്തു. ദെൻ നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ റോൾസ് ഓവർ ടു 0. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യണം, +1 കൊടുക്കണം. മാക്സിമം വാല്യൂ ഒന്ന് റോൾസ് ഓവർ ടു 0 ഒരു ക്ലോക്ക് ടിക്ക് കൂടി എടുക്കും. അതുകൊണ്ടാണ് +1 ചെയ്തത്. സോ യു വിൽ ഗെറ്റ് 89 CC ഹെക്സ്. ഓക്കെ, ഇത് ഹെക്സ് വാല്യൂ ആണ്. നമുക്കതിനെ ഡെസിമലിലോട്ട് കൺവെർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 35276. അതാണ് ക്ലോക്ക് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ക്ലോക്ക് ടിക്സ് വരുന്നുണ്ട്. ഒരു ക്ലോക്ക് ടിക്കിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ഇഫ് യു ആർ യൂസിങ് 11.0592 MHz, ഒരു ക്ലോക്ക് ടിക്ക് എന്ന് പറയുന്നത് 1.085 മൈക്രോസെക്കൻഡ് ആണ്. എങ്ങനെയാണ് 1.085 മൈക്രോസെക്കൻഡ് കിട്ടുന്നതെന്നുള്ളത് കഴിഞ്ഞ വീഡിയോ സെഷനിൽ പറഞ്ഞതാണ്. ഞാൻ ഒന്നുകൂടി പറയാം.
ടൈമറിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ഡിവൈഡ് ബൈ 12 ആണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്ത ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ഈസ് 11.0592 MHz. ദാറ്റ് ഡിവൈഡ് ബൈ 12. ദാറ്റ് വിൽ ബി 921.6 MHz. ഇതാണ് ടൈമറിൻ്റെ ക്ലോക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ ഫ്രീക്വൻസി. ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 ബൈ ഫ്രീക്വൻസി ആണ്. സോ ദാറ്റ് വിൽ ബി 1.085 മൈക്രോസെക്കൻഡ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂവിലും മാറ്റം വരും. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക, ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി എത്രയാണെന്നുള്ളത് എടുക്കുക. തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അസ്യൂം 11.0592 MHz. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇവിടെ ക്ലോക്ക് കൗണ്ട് എന്ന് പറയുന്നത് 35276 ആണ്. ദാറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് 1.085 മൈക്രോസെക്കൻഡ്. യു വിൽ ഗെറ്റ് 38.274 മില്ലിസെക്കൻഡ്. അതായത് സ്ക്വയർ വേവിൻ്റെ ഒരു പോർഷൻ, ലോ ഓർ ഹൈ പോർഷൻ എടുക്കുന്ന ടൈം പീരീഡാണ് 38.274 മില്ലിസെക്കൻഡ്. അപ്പോൾ സ്ക്വയർ വേവിൻ്റെ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 38.274 മൾട്ടിപ്ലൈഡ് വിത്ത് 2. കാര്യം 2 പോർഷൻ ഉണ്ടല്ലോ, ലോ ആൻഡ് ഹൈ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ ടൈം പീരീഡ് ആണ്. ദറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 38.274 മില്ലിസെക്കൻഡ്. യു വിൽ ഗെറ്റ് 13.064 ഹെർട്സ്. ദാറ്റ്സ് എ ഫ്രീക്വൻസി. ടൈമർ പ്രോഗ്രാമിങ്ങിൽ ടൈമറിൻ്റെ ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തന്നിരിക്കുന്ന സ്റ്റെപ്സ് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ നടക്കും. ആദ്യം ചെയ്യേണ്ടത് ക്രിസ്റ്റൽ ഫ്രീക്വൻസി എത്രയാണെന്നുള്ളത് അനലൈസ് ചെയ്യുക. മിക്കവാറും ദാറ്റ് വിൽ ബി 11.052 MHz. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിവൈഡ് ദ ഡിസൈഡ് ടൈം ഡിലേ ബൈ 1.085 മൈക്രോസെക്കൻഡ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു ഡിലേ തന്നിരിക്കും, അതിനെ 1.085 മൈക്രോസെക്കൻഡ് വെച്ച് ഡിവൈഡ് ചെയ്യുക. ക്രിസ്റ്റൽ ഫ്രീക്വൻസി 11.052 MHz ആണെങ്കിലാണ് ആ ടൈം പീരീഡ് 1.085 മൈക്രോസെക്കൻഡ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിഫറൻറ്റ് ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ അതിന് വ്യത്യാസം വരും, നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർഫോം 65536 മൈനസ് n. ഈ n എന്ന് പറയുന്നത് ദ ഡെസിമൽ വാല്യൂ വി ഗോട്ട് ഇൻ സ്റ്റെപ്പ് 1. അതെന്തുകൊണ്ടാണ് 65536 എടുത്തിരിക്കുന്നത്? 16 ബിറ്റ് മോഡിൽ മാക്സിമം കൗണ്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് FF ആണ്. അതിൻ്റെ ഹെക്സ് എന്ന് പറയുന്നത് 65535 ആണ്. ദെൻ +1 നെക്സ്റ്റ് ക്ലോക്ക് പൾസിലാണ് മാക്സിമം വാല്യൂ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലോക്ക് ടിക്കിലാണ് 0 പോകുന്നത്, റീസെറ്റ് ടു 0. അപ്പോൾ റീസെറ്റ് ടു 0 ആ ഒരു ക്ലോക്ക് ടിക്ക് കൂടി കമ്പ്യൂട്ട് ചെയ്യണം. FF +1 അത് ഡെസിമലിലാണ് 65536. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയ ഡെസിമൽ വാല്യൂ ഹെക്സിലോട്ട് കൺവെർട്ട് ചെയ്യുക. ബിക്കോസ് ഹെക്സ് വാല്യൂ ആണ് പ്രോഗ്രാം വൈസ് നമ്മളത് പാസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കിട്ടിയ വാല്യൂ കൺസിഡർ ഇറ്റ് ഈസ് YYXX. ലോ ഓർഡർ ഉണ്ട്, ഹൈ ഓർഡർ ഉണ്ട്. ഇതിൽ ലോ ഓർഡർ എന്ന് പറയുന്നത് TL പാസ് ചെയ്യുക. ദെൻ ഹൈ ഓർഡർ വാല്യൂ ദാറ്റ് ഈസ് YY, അത് TH പാസ് ചെയ്യുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ടൈമർ 0 വെച്ച് ഒരു 5 മില്ലിസെക്കൻഡ് പൾസ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓൺ P2.3. അവിടെ ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഈസ് 11.052 MHz. നമുക്കറിയാം ക്രിസ്റ്റൽ ഫ്രീക്വൻസി 11.052 MHz ആണെന്നുണ്ടെങ്കിൽ 1.085 മൈക്രോസെക്കൻഡ് കൂടുമ്പോൾ ടൈമർ എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റ് ആകും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റെപ്സ് എന്തൊക്കെയായിരുന്നു? നമുക്ക് വേണ്ടുന്ന ഡിലേ ദാറ്റ് ഈസ് 5 മില്ലിസെക്കൻഡ് ആണ്. ദാറ്റ് ഡിവൈഡ് ബൈ 1.085 മൈക്രോസെക്കൻഡ്. യു വിൽ ഗെറ്റ് ദ ക്ലോക്ക് കൗണ്ട്. ഇവിടെ 4608 ക്ലോക്ക്സ് ആണ്. ദെൻ പിന്നീട് ചെയ്യാനുള്ളത് 65536 മൈനസ് 4608. ആ ഒരു വാല്യൂ ഹെക്സിലോട്ട് കൺവെർട്ട് ചെയ്യുക. ഹെക്സിൽ തന്നിരിക്കുന്ന വാല്യൂ ആണ് EE00 ഹെക്സ്. ഇനി എന്ത് ചെയ്യുക? TH TL വാല്യൂ ലോഡ് ചെയ്യുക. ഈ ഒരു ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യുക. അതായത് ഇവിടെ TH EE ഹെക്സും TL 00 ഹെക്സും പാസ് ചെയ്യണം. ദെൻ പ്രോഗ്രാം നോക്കുക. ഇപ്പോൾ P2.3 നമുക്ക് ജനറേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമേ അത് ക്ലിയർ ചെയ്തു. ക്ലിയർ P2.3. ദെൻ
മോഡ് സെറ്റ് ചെയ്യാനാണ്. ഇവിടെ ടൈമർ 0 ആണ് സെറ്റ് ചെയ്യാനുള്ളത്, 16 ബിറ്റ് മോഡ്. സോ ടി മോഡിലോട്ട് 01 ഹെക്സ് പാസ് ചെയ്യുക. ദെൻ TL0 TH0 നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ഇനിഷ്യൽ വാല്യൂ പാസ് ചെയ്യുക. ദെൻ P2.3 സെറ്റ് ചെയ്യുക. അതായത് ആദ്യം ഹൈ ആക്കി വെക്കുകയാണ് ഞാൻ. അതിനാണ് സെറ്റ് ബിറ്റ് P2.3 ചെയ്തത്. ദെൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യുക. ടൈമർ 0 ആണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്, അതായത് TR0 ബിറ്റ് സെറ്റ് ചെയ്യുന്നു. ദെൻ ടൈമർ ഫ്ലാഗ് സെറ്റ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ മോണിറ്റർ ചെയ്യണം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു വെയിറ്റ് ചെയ്യുന്ന ടൈം പീരിയഡിൽ P2.3യിൽ എന്ത് തന്നെയായിരിക്കും? ഹൈ ആയിരിക്കും. എപ്പോഴാണോ ടൈമർ ഫ്ലാഗ് സെറ്റ് ആവുന്നത് ആ സമയത്ത് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ടൈമർ 0 സ്റ്റോപ്പ് ചെയ്യാം. ടൈമർ ഫ്ലാഗും ക്ലിയർ ചെയ്യാം. അപ്പോൾ 5 മില്ലി സെക്കൻഡ് P2.3യിൽ ഹൈ ആയിട്ട് നിർത്തി ഒരു പൾസ് വിഡ്ത്ത് ക്രിയേറ്റ് ചെയ്ത് ഫോർ 5 മില്ലി സെക്കൻഡ്. ദെൻ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് വീണ്ടും അത് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അസ്യൂം ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഈസ് 11.0592 MHz. Write a program to generate a square wave of 2 kHz frequency on pin P1.5. ഓക്കെ, ഇവിടെ ഫ്രീക്വൻസി ആണ് 2 kHz. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1/2 kHz 500 microsecond. ദാറ്റ്സ് എ പീരിയഡ് ഓഫ് സ്ക്വയർ വേവ്. അപ്പോൾ ഒരു ലോ പോർഷൻ അല്ലെങ്കിൽ ഒരു ഹൈ പോർഷന് വേണ്ടുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫാണ്. 500 microsecond ഡിവൈഡ് ബൈ 2, അതായത് 250 microsecond ആണ് ഒരു ലോ പോർഷൻ അല്ലെങ്കിൽ ഒരു ഹൈ പോർഷന് വേണ്ടി വരുന്നത്. നമുക്ക് ടൈമറിലോട്ട് പാസ് ചെയ്യേണ്ട ഇനിഷ്യൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാം. റിക്വയർഡ് ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു ലോ അല്ലെങ്കിൽ ഒരു ഹൈ പോർഷനിലുള്ള റിക്വയർഡ് ടൈം പീരീഡ് എന്ന് പറയുന്നത് 250 microsecond ആണ്. ദാറ്റ് ഈസ് ഡിവൈഡ് ബൈ 1.085 microsecond. യു വിൽ ഗെറ്റ് 230. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 65536 മൈനസ് 230. യു വിൽ ഗെറ്റ് 65306. ഇനി അത് ഹെക്സിലോട്ട് മാറ്റുമ്പോൾ FF1A ഹെക്സ് കിട്ടും. ഇനി ഏത് ടൈമറാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ടൈമർ 0 എടുക്കാം. അപ്പോൾ TL0ലോട്ട് 1A പാസ് ചെയ്യുക, TH0ലോട്ട് FF പാസ് ചെയ്യുക. ദെൻ പ്രോഗ്രാമിലോട്ട് വരാം. ടൈമർ 0 മോഡ് 1 ആയിട്ട് സെറ്റ് ചെയ്യുക, അതായത് ടി മോഡിലോട്ട് 01 ഹെക്സ് പാസ് ചെയ്യുക. ദാറ്റ് വിൽ ബി ടൈമർ 0 16 ബിറ്റ് മോഡ്. ദെൻ TL1 TH1ലോട്ട് വാല്യൂ പാസ് ചെയ്യുക. ടൈമർ 1 സ്റ്റാർട്ട് ചെയ്യുക, അതിനാണ് സെറ്റ് ബിറ്റ് TR1. ടൈമർ ഫ്ലാഗ് സെറ്റ് ആയിട്ടുണ്ടോ എന്ന് വെയിറ്റ് ചെയ്യുക. എപ്പോഴാണോ ടൈമർ ഫ്ലാഗ് സെറ്റ് ആവുന്നത് ആ സമയത്ത് ടൈമർ സ്റ്റോപ്പ് ചെയ്യുക. ടൈമർ സ്റ്റോപ്പ് ചെയ്യാനാണ് CLR TR1. ദെൻ P1.5 എന്ന് പറയുന്നത് ടോഗിൾ ചെയ്യണം. ടോഗിൾ ചെയ്യാനാണ് കോംപ്ലിമെൻറ്റ് P1.5. ദെൻ ടൈമർ ഫ്ലാഗ് ക്ലിയർ ചെയ്യുന്നു. ദെൻ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ക്വയർ വേവ് ക്രിയേറ്റ് ചെയ്യണ്ടേ? അപ്പോൾ വീണ്ടും ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യുക, ടൈമർ സ്റ്റാർട്ട് ചെയ്യുക, ദെൻ ടൈമർ ഫ്ലാഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ടൈമർ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം P1.5 കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹൈയും ലോയും ടോഗിൾ ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 kHz ആയിരിക്കും. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് വരിക. ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും, അതിനനുസരിച്ച് ഇനിഷ്യൽ വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, ദെൻ പ്രോഗ്രാം എഴുതുക. ഓക്കെ, മറ്റൊരു പ്രോഗ്രാം നോക്കാം. ഇവിടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 50 kHz ആണ്. സ്ക്വയർ വേവ് തന്നെയാണ് ജനറേറ്റ് ചെയ്യാനുള്ളത് ഓൺ P2.3. ഓക്കെ, അപ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി 50 kHz ആണ്. ടൈം പീരീഡ് ഈസ് 1/50 20 millisecond. ദാറ്റ്സ് എ പീരീഡ് ഓഫ് സ്ക്വയർ വേവ്. ലോ പോർഷൻ അല്ലെങ്കിൽ ഹൈ പോർഷന് വേണ്ടുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് 20 millisecond ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് 10 millisecond. ദെൻ നമുക്ക് ഇനിഷ്യൽ വാല്യൂ ടൈമറിലോട്ട് പാസ് ചെയ്യേണ്ട ഇനിഷ്യൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ കിട്ടും 56320. അത് ഡെസിമലിലാണ്. ഹെക്സിലോട്ട് മാറ്റുമ്പോൾ DC00 ഹെക്സ്. ഏത് ടൈമറാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ടൈമർ 1 സെറ്റ് ചെയ്യാം. അപ്പോൾ TL1ലോട്ട് 00യും TH1ലോട്ട് DC ഹെക്സും പാസ് ചെയ്യുക. പ്രോഗ്രാമിലോട്ട് പോകാം. മോഡ് സെറ്റ് ചെയ്യുക. ടൈമർ 1 സെറ്റ് ചെയ്യുക. മോഡ് 1 ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ടി മോഡിലോട്ട് പാസ് ചെയ്യേണ്ടത് 10 ഹെക്സ് ആണ്. ടൈമറിൻ്റെ ഇനിഷ്യൽ വാല്യൂസ് പാസ് ചെയ്യുന്നു.
ടു TL1 ആൻഡ് TH1. ടൈമർ 1 സ്റ്റാർട്ട് ചെയ്യുന്നു. ടൈമർ ഫ്ലാഗ് സെറ്റ് ആകുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. എപ്പോഴാണോ ടൈമർ ഫ്ലാഗ് സെറ്റ് ആവുന്നത് ദാറ്റ് ടൈം ടൈമർ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യുക. P2.3 എന്ന് പറയുന്നത് ടോഗിൾ ചെയ്യുക. ഹൈ ആൻഡ് ലോയും മാറി മാറി വരണം, അതിനാണ് ടോഗിൾ ചെയ്യുന്നത്, കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അതായത് വീണ്ടും ഇനിഷ്യൽ വാല്യൂ ലോഡ് ചെയ്യുക, ടൈമർ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, യൂണിവേഴ്സിറ്റിക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഓൺ ടൈമും ഓഫ് ടൈമും സെയിം ആയിട്ടാണ് നമ്മൾ ഇത്രയും നേരം പ്രോഗ്രാമിംഗ് ചെയ്തത്. യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാം ഓൺ ടൈമും ഓഫ് ടൈമും രണ്ട് ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓൺ ടൈമിന് വേണ്ടിയിട്ടും ഓഫ് ടൈമിന് വേണ്ടിയിട്ടും ഇനിഷ്യൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. ദെൻ സെപ്പറേറ്റ് ടൈം പീരിയഡ് യൂസ് ചെയ്ത് സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുക. നെക്സ്റ്റ് സെഷനിൽ മോഡ് 2 പ്രോഗ്രാമിംഗ് നോക്കാം.